ചെറുപുഴ രാജഗിരി ഇടനഗറിലേക്കുള്ള ഏക യാത്രാമാർഗമായ താൽക്കാലിക മുളപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. കാര്യങ്കോട് പുഴയ്ക്കും കർണാടക വനാതിർത്തിക്കും ഇടയിലുള്ള പ്രദേശത്തേക്കുള്ള ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിനായാണ് 1 വർഷമായി തകർന്നു കിടന്നിരുന്ന താൽക്കാലിക മുളപ്പാലം പുനർനിർമ്മിക്കുന്നത്. നാട്ടുകാർ ശ്രമദാനമായാണ് പാലം നിർമ്മിക്കുന്നത്. ചെറുപുഴ പഞ്ചായത്ത് താൽക്കാലിക ധനസഹായമായി അനുവദിച്ച 10,000 രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. വന്യജീവി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശവാസികളിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും ഇടനഗറിൽ നിന്ന് താമസം മാറ്റിയിരുന്നു. വന്യജീവികൾ കാട്ടിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയുന്നതിനായി വനാതിർത്തിയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നെങ്കിലും മഴക്കാലത്ത് പുഴ കടക്കാൻ കഴിയാത്തതിനാൽ വേലിയുടെ പരിപാലന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. പാലമില്ലാത്തതിനാൽ കൃഷിയിടങ്ങളിലേക്ക് എത്താനും നാട്ടുകാർക്ക് പ്രയാസമായിരുന്നു. കഴിഞ്ഞ 1 മാസമായി ഒറ്റയാന്റെ ശല്യം ശക്തമായതിനെ തുടർന്ന് ജനകീയ കമ്മിറ്റിയും വനംവകുപ്പും ചേർന്ന് വൈദ്യുതി വേലിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് താൽക്കാലിക മുളപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സ്ഥിരം പാലത്തിനായുള്ള ആവശ്യത്തിൽ ഇടപെടൽ നടത്തുമെന്ന് ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് രാജഗിരി ഇടനഗറിൽ ഇതുപോലെ ഈ പുഴയ്ക്കക്കരയ്ക്ക് ഏതാനും കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അപ്പം വർഷങ്ങളായിട്ട് ഈ മുളപ്പാലം സംരക്ഷിച്ചു പോരാത്തതുകൊണ്ട് അക്കരെ താമസിക്കുന്ന ജനങ്ങൾ വളരെ ഭീതിയിൽ ആയിരുന്നുണ്ടായിരുന്നത്. വലിയ മഴ പെയ്യുന്ന സമയത്ത് അവർക്കൊരു യാത്രാമാർഗം ഉണ്ടായിരുന്നില്ല. അപ്പം അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയിട്ട് ഈ പ്രദേശത്തെ കൃഷിയും എല്ലാം നശിപ്പിച്ച് വലിയൊരു ഭീതിയായ സാഹചര്യം ഉണ്ടായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഈ വിഷയം ഉന്നയിക്കുകയും പഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇടപെട്ട് അതിൻ്റെ വേലി സോളാർ ഫെൻസിങ് നന്നാക്കുക എന്നുള്ള നടപടി എടുക്കുകയും അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ട് ഈ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി താൽക്കാലിക സഹായം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇതൊരു ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാൻ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് നിൽക്കും. ഇതിൻ്റെ വിശദമായ ഒരു എസ്റ്റിമേറ്റൊക്കെ എടുത്തിട്ട് പ്രപ്പോസൽ സർക്കാരിന് സമർപ്പിക്കാനുള്ള നടപടികളുമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.